ഹേ മച്ചമാരെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന മച്ചമാരെ നമ്മുടെ സ്വന്തം വൺ പീസ് വേൾഡിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ എംബറായിട്ട് നിയമിക്കുന്നത്. അപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ആ എംബറായിട്ട് വന്നിരിക്കുന്ന വ്യക്തികളെ മീൻസ് കഴിഞ്ഞു പോയ എംബറേഴ്സിനെയും അവരുടെ കുറേ വീക്ക്നെസ്സുകളും മറ്റു കാര്യങ്ങളായി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാ എംബേഴ്സും അവരുടെ കുറേ വീക്ക്നെസ് നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ അനലൈസ് ചെയ്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫുൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി പോകുന്നത് മച്ചമാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ലൈക്ക് അടിക്കുക, മാക്സിമം കൂട്ടുകാർ ഷെയർ ചെയ്യുക, മാക്സിമം നമ്മുടെ സാധനം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക മച്ചമാരെ. ചെറിയ ഗ്യാപ്പ് എടുത്താണ് ഈ വീഡിയോ ഇടുന്നത്, സോറി ശ്രമിക്കുക. ബിക്കോസ് നമ്മുടെ ആ ഒരു തിരക്ക് കാരണമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആണ് നമ്മൾ പുതിയൊരു വീഡിയോസ് നമ്മൾ ഇന്നോട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ മച്ചമാരെ പറഞ്ഞതിന് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്നും നീട്ടുന്നില്ല. ജസ്റ്റ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആര് നോക്കാം. അപ്പോൾ മച്ചമാരെ നമ്മൾ ആദ്യമായിട്ട് തന്നെ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഇപ്പോൾ കറൻറ്റ് ഒരു എംബറിലുള്ള വ്യക്തിയാണ് നമ്മുടെ സ്വന്തം ലൂഫിയെ കുറിച്ചായിരിക്കും. അപ്പം ലൂഫിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് വ്യക്തിയാണ് നമ്മുടെ ലൂഫി എന്ന് വെച്ചാൽ. ഇവൻ നമ്മുടെ 5 വെൽഡേഴ്സിനെ പോലും രീതിയിൽ ലൂഫിക്ക് പേടിയില്ലാത്ത ഒരു കാര്യം നമ്മൾ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇമ്മിയും ആരാണോ എന്നെ കുറിച്ചൊന്നും രീതിയിൽ നമ്മുടെ ലൂഫി വക പോലും വെക്കുന്നുണ്ട്. രീതിയിൽ ലൂഫി ആ ഒരു അവൻ്റെ ആ ഒരു ഗോൾ എന്തായാലും നേടുക എന്നൊരു കാര്യത്തിന് ഒറ്റൊരു മൈൻഡാണ് രീതിയിൽ ലൂഫി വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലൂഫിക്ക് രീതി വീക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബിഗ് വീക്ക്നെസ് തന്നെ രീതിയിൽ നമുക്ക് ലൂഫിക്ക് തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ലൂഫി പെട്ടെന്ന് തന്നെ ഒരു മണ്ടനാക്കപ്പെടുന്ന ആ ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് പെട്ടെന്ന് തന്നെ രീതി ലൂഫിയെ നമുക്ക് പറ്റിക്കാൻ വേണ്ടി സാധിക്കും. ഈവൻ നമ്മുടെ ആ ഇമ്പൾഡൗണിൻ്റെ എപ്പിസോഡ് നമ്മൾ കണ്ട് ഈസി ആയിട്ടാണ് നമ്മുടെ ബഗ്ഗി റീഡ് നമ്മുടെ ലൂഫിയെ റീലി പറ്റിച്ച് പെട്ടെന്ന് ചുമ്മാ ചെറിയൊരു രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ലൂഫി അങ്ങനെ അത് വിശ്വസിച്ച് മീൻസ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഭയങ്കര വ്യക്തിയായിട്ട് നമ്മുടെ ലൂഫി റീലി മാറുന്നുണ്ട്. ആ ഒരു കാര്യം രീതി കുറേ എനിമീസ് റീലി മുതലാക്കാറുണ്ട്. ആ ഒരു കാര്യം നോക്കുമ്പോൾ റിയലി ലൂഫിയുടെ ഒരു ബിഗ് വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ ഭാവിത്തുള്ള എപ്പിസോഡ് ചിലപ്പോൾ അത് ആരെങ്കിലും മുതലാക്കാനുള്ള സാധ്യത കുറേ കാര്യങ്ങൾ. ബിക്കോസ് നമ്മൾ എപ്പിസോഡിൽ കാണിച്ചാൽ കുറേ സമയത്ത് ഈ ലൂഫി പൊട്ടനായിട്ടില്ല അഭിനയിച്ച പറയാൻ സമയത്ത് ആ ഒരു ഈ ലൂഫി ആ ഒരു പറ്റിക്കപ്പെടുന്ന ആ ഒരു കാര്യം രീതി ഭയങ്കര ട്രസ്റ്റ് വർത്തിയാണ് ലൂഫി. അപ്പം ആരെയും കണ്ണടിച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം രീതി നമ്മുടെ ലൂഫിക്കുണ്ട്. ആ ഒരു കേസാണ് ലൂഫി റിയലി ഒരു ബിഗ് വീക്ക്നെസ് ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മച്ചന്മാരെ. അപ്പം അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് മീൻസ് ഈവൻ നമ്മുടെ ഉള്ള ലോകത്തുള്ള എല്ലാ പ്ലെയേഴ്സും പേടിക്കുന്ന ഇപ്പോഴത്തെ കറണ്ട് എംബറായ നമ്മുടെ സ്വന്തം ബ്ലാക്ക് ബീനെ കുറിച്ചായിരിക്കും. അപ്പോൾ ബ്ലാക്ക് ബീനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവൻ്റെ ആ ഒരു ക്രൂവിനെ പോലും അവൻ വിശ്വസിക്കുന്നില്ല. ഈവൻ അവൻ ആരെ അവന് വാങ്ങും വെക്കുന്നത് അവൻ്റെ ക്രൂമേറ്റ്സ് അവൻ എന്ത് ചെയ്താലും ഒന്നും വിശ്വസിക്കാത്തൊരു പൈററ്റ് ക്രൂ ആണ് നമ്മൾ ബ്ലാക്ക് ബീഡ് പൈററ്റ്സ്. അതിൻ്റെ ഇതിൽ കണ്ട് നമ്മുടെ ബ്ലാക്ക് ബീഡ് ആയ ടീച്ചറിനെ കുറിച്ചാണ് നമ്മൾ നോക്കുകയാണ്. ഇപ്പം ബ്ലാക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവൻ്റെ ലോഗിയ ടൈപ്പ് ഡേൾ ഫൂട്ടാണ്. ആ ഒരു കാരണം തന്നെ അത് റിയലി ഫിസിക്കലായിട്ട് അറ്റാക്സ് ഒന്നും അത് റിയലി തടുത്ത് നിൽക്കാൻ വേണ്ടി ആ ഒരു ലോഗിയ ടൈപ്പ് ഡേൾ ഫുഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അതൊരു ബിഗ് വീക്ക്നെസ് തന്നെ ആയിരിക്കും. ബിക്കോസ് നല്ല ഫിസിക്കൽ ബോഡിയുള്ള ആളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് ബീഡിന് റിയലി അത് അഫക്റ്റ് ആവുന്നതായിട്ട് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഈവൻ നമ്മുടെ വൈറ്റ് ബീഡായിട്ടും ആ സമയത്തുള്ള പിന്നെ ഒരു ബിഗ് കാര്യം അല്ലെങ്കിൽ പറയാൻ സാധിക്കും അവർ സഞ്ചരിക്കുന്ന ആ ഒരു ബോട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആ ബോട്ട് രീതി ഒരു കുറച്ച് 4-5 മീൻസ് മരക്കഷ്ണങ്ങൾ രീതി കൂട്ടി കുറച്ചുണ്ടാക്കിയ ഒരു ബോട്ടാണ്. അത് എപ്പോൾ വേണേൽ ബ്രോക്കായി പോകും. നമ്മൾ കുറേ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടത് നമ്മുടെ സ്കൈപ്പി ആർക്കിൻ്റെ ആ ഒരു സ്കൈപ്പിയിലേക്ക് പോകുന്ന ആ ഒരു സമയത്തുള്ള നമ്മുടെ ബ്ലാക്ക് ബീഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ബീഡ് ആ ഒരു ബോട്ട് really പീസായിട്ട് പോയിരുന്ന ആ ഒരു സീൻ നമ്മൾ really കണ്ടിട്ട് അത് കാരണം നമ്മുടെ ആ ഒരു ഡ്യുവൽ ഫ്ലൂട്ട് യൂസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വാട്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കാര്യം ബിഗ് വാട്ടർ really അഫക്റ്റ് ആവുന്ന ഒരു കാര്യം രീതി നമ്മൾ ബ്ലാക്ക് ബീഡിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്രീച്ചർ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ കൈഡയെ കുറിച്ചാണ്. ഈ കൈഡോ ഒരു ബ്ലാക്ക് ബീഡിനെ പോലെ തന്നെ തൻ്റെ ക്രൂമേറ്റിനെ കുറിച്ച് രീതി ഒന്നും കെയർ ചെയ്യാത്തൊരു വ്യക്തിയാണ്. രീതി ക്രൂസ് മേറ്റ്സിനെ ട്രസ്റ്റ് ചെയ്യാത്ത ഒരാളാണ് നമ്മുടെ കൈഡോ എന്ന് വെച്ചാൽ. അപ്പോൾ അത്രയും വലിയ ക്രീച്ചറും അത്രയും വലിയ ബിഗ്ഗസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആളുള്ള ആൾക്ക് എന്ത് വീക്ക്നെസ് ആണ് എന്നുണ്ടാകുന്ന വെച്ചാൽ അതിനുള്ള ഒരു ക്ലൂ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ബിക്കോസ് കൈഡോയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കൈഡോ കുറേ പ്രാവശ്യം രീതി നമ്മുടെ സ്വന്തം റെയിൻസിൻ്റെ കയ്യിൽ കുറേ പ്രാവശ്യം നമ്മുടെ കൈഡോ ആവപ്പെട്ടാൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര വലിയ എംബറായിട്ട് ആൾ എങ്ങനെയാണ് രീതി കുറേ പ്രാവശ്യം രീതി നമ്മളെ മറൈൻ ആൾക്കാരുടെ രീതി മറൈൻസിനെ എങ്ങനെ ആവപ്പെട്ട് പോയി എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം രീതി നമ്മുടെ കൈഡോ രീതി ഭയങ്കര ഡ്രങ്കളാണ്. ബിക്കോസ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഓഫാണ്, കിളിയെല്ലാം പോയി വളരെ ഓവറായിട്ടാണ് നമ്മുടെ കൈഡോ നടക്കുക. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് കൈഡോയുടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ്. കുറച്ച് മീൻസ് ഡ്രങ്കണായിട്ടുള്ള കുറച്ച് കുപ്പിയുടെ സാധനമൊക്കെ കൊടുക്കാൻ നമ്മൾ കൈഡോ പിന്നെ ഒന്നും നോക്കത്തില്ല. കൈഡോക്ക് എന്നാ ചെയ്യണമെന്ന് ഒരു കിളിയെല്ലാം പറന്നുപോയി കൈഡോ കുറേ മണ്ടത്തരൊക്കെ കാണിക്കും. നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ കുറേ സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഡ്രങ്കനായിട്ടുള്ള ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് റിയൽ നമ്മുടെ കൈഡോ ഏറ്റവും വലിയ വീക്ക്നെസ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒന്നും നോക്കാതെ കൈഡോ മറൈൻസിൻ്റെ വലിയ കൺമുമ്പിലേക്ക് ഒന്നും നോക്കാതെ പോയി ചാടുന്ന കുറേ സിറ്റുവേഷൻ കൊണ്ടുപോകാൻ സാധ്യത കൈഡോയുടെ കേസിലുള്ളൂ. അതുകൊണ്ടാണ് കൈഡോ റിയൽ കുറേ പ്രാവശ്യം പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ കറൻറ്റ്ലി ആയിട്ടുള്ള എംബേഴ്സിലായിട്ട് നമ്മുടെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് എംബർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഷാങ്ക്സിനെ കുറിച്ചായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വെള്ളം എന്നൊരു വീക്ക്നെസ് എനിക്ക് ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിൽ അഫക്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാങ്ക്സ്. കാരണം വെച്ചാൽ ഷാങ്ക്സ് ഒരു നോൺ ഡേൾ ഫുഡ് യൂസറാണ് നമ്മുടെ എംബേഴ്സിൻ്റെ കുറിച്ചിട്ട് തന്നെ.
അപ്പം ആ ഒരു കാര്യം തന്നെ നമ്മുടെ ആ ഒരു ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ആയ രീതിയിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സാങ്സിൻ്റെ കേസ്. പിന്നെ നമ്മുടെ സാങ്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സാങ്സ് എല്ലാ വകയും പെർഫെക്റ്റ് ആണ്. ബിക്കോസ് കാരണം വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ടൈപ്പ് ഓഫ് എല്ലാ ഹാക്കിൻ്റെ നമ്മുടെ സാങ്സ് റീലി പ്രോസസ് ചെയ്യുന്നുണ്ട്. ആ ഒരു റീസണാണ് സാങ്സ് റീലി എതിർത്തേക്കാൻ വളരെ പറയുക നമ്മുടെ കിഡിന് വരെ റീലി ഒരു സ്ട്രൈക്ക് കൊണ്ട് തന്നെ റീൽ നമ്മുടെ ഷാങ്സ് തൂപ്പിച്ച് കളഞ്ഞായിരിക്കും. ഈവൻ നമ്മുടെ ഷാങ്സ് മാത്രം ആ സമയത്ത് അനങ്ങിയുള്ളൂ. നിങ്ങൾ ഓർക്കണം, അവരുടെ ക്രൂ മെമ്പേഴ്സ് ഒന്നും റീലി ആ ഒരു സമയത്ത് റീലി ആ ഫൈറ്റ് റീഇൻട്രപ്റ്റ് ചെയ്തില്ല. ആ ഒരു റീസൺ കൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഷാങ്സ് എത്രമാത്രം പവർഫുൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഷാങ്സിൻ്റെ റീലി എന്നാ ഒരു വീക്ക്നെസ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ തിങ്ക് ഇറ്റ്സ് ഫ്ലീറ്റ്. അപ്പോൾ അവൻ്റെ ആ ഒരു അണ്ടർ വരുന്ന ആ ഒരു സപ്പോർട്ടിനായിട്ട് കുറേ ഫ്ലീറ്റുകളുണ്ട്. ആ ഒരു കേസാണ് എനിക്കൊരു ബിക്കോസ് അവർ ഏകദേശം വേണ്ടി സാങ്ഷന് അത്ര ലെവലായിരുന്ന പവർഫുള്ളായിട്ട് ആൾക്കാർ ഒട്ടുമല്ല. നമ്മുടെ നോർമലായിട്ടുള്ള വളരെയധികം നോർമലായിട്ടുള്ള സാധാരണമായിട്ടുള്ള പൈററ്റ്സുള്ള ഒരു ഫ്ലീറ്റാണ് റീലി നമ്മുടെ സാങ്ഷൻ അണ്ടർ വരുന്നത്. ആ ഒരു റീസൺ തന്നെ അവരെ റീലി ഒരു കൂട്ടത്തോടെ റീലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാങ്ഷൻ റീലി എല്ലാവരെയും റീലി പ്രൊട്ടക്ട് ചെയ്യാൻ സമയത്ത് സാധിക്കത്തില്ല. ആ ഒരു സമയത്ത് റീലി സാങ്സിന് ചിലപ്പം നമുക്കൊരു അറ്റാക്ക് ചെയ്യാൻ. ബട്ട് ഗൈസ് നമ്മുടെ സാങ്സിൻ്റെ ട്രൂപ്പാർ നമ്മൾ ഇതായിട്ട് റിവീലായിട്ട് നമ്മൾ റീലി കണ്ടിട്ടില്ല. സാങ്സ് എത്രമാത്രം അവൻ്റെ ആ ഒരു പീക്ക് പോകാൻ പറ്റുന്നത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് റീലി കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക്സ് ഇറ്റ്സ് എ ബിഗ് വീക്ക്നെസ് ഫോർ സാങ്സ്. ബിക്കോസ് ആ ഒരു ഫ്ലീറ്റിനെ എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് സാങ്സിനെ എളുപ്പത്തിൽ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വഴി നമുക്ക് എന്തായാലും തെളിയും. പിന്നെ അടുത്താണ് നമ്മൾ പറയാൻ പറ്റുന്നത് നമ്മുടെ ഇത്ര നാൾ നമ്മുടെ സീരിയൽ റൂൾ ചെയ്താണ് വന്നത് സ്ട്രോങ്ങസ്റ്റ് എംബർ ആയിരുന്നു എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വൈറ്റ് ബിയർഡിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയേണ്ടത്. സാങ്സിനെ പോലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലീറ്റ് റിലി സബോർഡിനേറ്റ് വരുന്ന ഒരു ക്രൂ ആണെന്നില്ല നമ്മുടെ വൈറ്റ് ബിയർഡ് പൈററ്റ്സ് ഉണ്ട്. ബട്ട് നമ്മുടെ സാങ്സിനെ പോലുള്ള വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് ആ ഒരു ഫ്ലീറ്റിൻ്റെ അണ്ടർ വരുന്നത്. ആ ഒരു റീസൺ തന്നെ ഷാങ്സിനോട് വളരെ ഫാർ ബെറ്റർ ആണ് നമ്മൾ വൈറ്റ് ബിയറിൻ്റെ കേസ് എന്ന് വെച്ചാൽ. ബട്ട് ഗൈസ് വൈറ്റ് ബിയറിനെ കുറിച്ചൊരു ബിഗ്ഗസ്റ്റ് ചാൻസ് ഓഫ് വീക്ക്നെസ് ആണ് നമ്മൾ വൈറ്റ് ബിയറിന് തെളിഞ്ഞാണ്. കാരണം വൈറ്റ് ബിയർ ഓരോ ഫ്ലീറ്റുകളെ ഓരോ ക്രൂ മെമ്പേഴ്സിനെ സ്വന്തം ഫാമിലി ആയിട്ട് റീലി കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ നമ്മുടെ കറിയുള്ളൂ അത് വളരെയധികം എന്താ പറയുക മറ്റ് എനിമീസ് റീലി വളരെ സ്ട്രാറ്റജിക്കായിട്ട് വളരെ യൂസ്ഫുൾ ആ ഒരു അവസരം രീതി യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ചാൻസസ് കൂടുതലാണ്. ഇവ നമ്മുടെ ടീച്ചറായിരുന്നു അവരുടെ ആ ഒരു മെമ്പേഴ്സിൻ്റെ ക്രൂവിൽ ആ ഒരു ഡേൾ ഫുഡ് റെഡി എടുത്തുകൊണ്ട് പോയെന്ന് പോലെ നമ്മൾ വൈറ്റ് ബിയർ ആ സമയത്ത് മനസ്സിലാക്കിയില്ലായിരുന്നു അത്ര പെട്ടെന്ന് തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് വെച്ചാൽ ഈ ആ ഒരു ഫാമിലി റീലി ഏതെങ്കിലും അടുത്ത റീലി എങ്ങനെയൊക്കെ ഒരു വൈറ്റ് ബിയറിനെതിരെ തിരിക്കുകയും വൈറ്റ് ബിയറിനെതിരെ ഒരു ആയുധമാക്കാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒറ്റൊരു മെമ്പറായ നമ്മുടെ സ്വന്തം ഏസിന് വേണ്ടി തന്നെ ഈവൻ നമ്മുടെ ഹോൾ നമ്മുടെ ക്രൂവിനെ റീലി പ്രശ്നത്തിലാക്കിയതാണ് നമ്മൾ വൈറ്റ് ബിയർഡ് എന്ന് വെച്ചാൽ. ആ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ വളരെ വീക്ക്നെസ് ആണ് റീലി വൈറ്റ് ബിയറിൻ്റെ ആ ഒരു ക്രൂവിന് റീലി ഫേസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മളെ പറയുമ്പോൾ നമ്മൾ വൈറ്റ് ബിയറിനെ പോലെ തന്നെ ആ ഒരു സീറയിൽ നമ്മുടെ ആ ഒരു വൈറ്റ് ബിയർഡ് കൈഡോ ബിഗ് മാം എന്ന് പറഞ്ഞ ആ ബിഗ് മാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ബിഗ് മാൻ ചെറുപ്പകാലം തൊട്ട് വളരെയധികം സ്ട്രോങ്ങസ്റ്റ് ആ ഒരു ഡോൾ ഫുഡാണ് ബിഗ് മാൻ്റെ റീലി കൺസ്യൂം ചെയ്തിരിക്കുന്നത്. ബട്ട് ബിഗ് മാമിൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ ഫുഡ് എന്നൊരു ചിന്താഗതി തന്നെയാണ്. ആ ഒരു റീസൺ തന്നെ അതൊരു ബിഗ് വീക്ക്നെസ് ആണ്. ബിക്കോസ് ബിഗ് മാൻ ഇപ്പോൾ ഒരു എന്താ പറയുക ഇപ്പോൾ ഇത്ര സമയത്തിൽ ബിഗ് മാൻ ഇപ്പോൾ തോന്നുന്ന സാധനം ബിഗ് മാൻ ആ സമയത്ത് വേണമെന്നാണ് ബിഗ് മാമിൻ്റെ റീലി സ്ട്രാറ്റജിയിലെ ആ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ ബിഗ് മാമിന് ഇപ്പോൾ ഒരു ഫുഡ് കിട്ടിയില്ല, ഒരു കറൻലി പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടാതെ വന്നതിന് ബിഗ് മാമിൻ്റെ റീലി ആ ഒരു ഫുള്ളായിട്ടുള്ള ആ ഒരു മൂടങ്ങ് മാറി ബിഗ് മാമിന് ടെററാവും ഭയങ്കരമായിട്ടും ഇതാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വളരെ ഓൾഡ് ഗ്രാനി പോലെ ആയിട്ട് വളരെയധികം പീക്കിലേക്ക് വരാൻ ബിഗ് മാൻ സാധിക്കും. പിന്നെ അതും കഴിഞ്ഞ് പോയാൽ ചിലപ്പോൾ ബിഗ് മാൻ ചിലപ്പോൾ എനിക്ക് ഡെത്തിലേക്ക് വരെ സാധിക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അതുവരെ ഒന്നും പോയിട്ടില്ല. ബിക്കോസ് അതുവരെ ഒന്നും ആരും ബിഗ് മാനെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതിന് മുമ്പ് എങ്ങനെയല്ല കഥ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന് സാറിനാണെന്ന് ഫ്രണ്ട് ആര് വന്നാലും ബിഗ് മാൻ കൊന്നു കളയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ബിഗ് മാൻ റിലി മാഡാവുന്ന സമയത്ത് തന്നെ എങ്ങനെയൊക്കെ ഒരു ഫുഡൊക്കെ ഒപ്പിച്ച് കൊടുക്കുക ഒരു കാര്യം തന്നെ. പിന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബിഗ് മാമിൻ്റെ ഒരു ഫേവററ്റ് പിക്ചറാണ് നമ്മുടെ മദർ കാർലറ്റിൻ്റെ വലിയ പിക്ചർ റിലി ബ്രേക്ക് ചെയ്യുന്നതാണ്. ആ ഒരു കാര്യം തന്നെ ബിഗ് മാം റിലി ബോധം മീൻസ് ഒരു കോൺഷ്യസ്നെസ് ആ ഒരു സമയത്ത് ബിഗ് മാൻ എവിടെയാണെന്ന് ഒരു അറിയത്തില്ലാത്ത ആ ഒരു സ്ഥിതിയിലേക്ക് ബിഗ് മാൻ റിലി മാറുവാണ്. ആ ഒരു സമയത്ത് എളുപ്പത്തിൽ റിലി നമുക്ക് ബിഗ് മാനിൽ തീർത്താണ് സാർ നമ്മൾ എപ്പിസോഡ് ആ ഒരു സീൻ തന്നെ നമ്മൾ റിലി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ വേണ്ടി അവസാനമായിട്ട് നമ്മൾ പൈററ്റ് കിങ് ആണ് നമ്മുടെ സ്വന്തം റോജറിൻ്റെ റിലി ഒരു വീക്ക്നെസ്സിനെ കുറിച്ചായിരിക്കും നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റോജറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ റിലി ഒരു വീക്ക്നെസ് നമുക്ക് റിലീ ചെയ്യത്തില്ല. അത്രയ്ക്കും ഒരു ബിഗ്ഗസ്റ്റ് വ്യക്തിയാണ്. ബിക്കോസ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഒരു ക്രൂ ആണ് റോജറിനുള്ളത്. നമ്മുടെ വെള്ളം റിലി അവൻ അഫക്റ്റ് ചെയ്യുന്ന നോൺ ഡേൾ ഫുഡ് യൂസേഴ്സാണ്. നമ്മൾ ഈവൻ ക്രൂ മെമ്പേഴ്സ് വലിയ ഹോൾ നോൺ ഡേൾ ഫുഡ് യൂസേഴ്സ് ആയിരുന്നു. അത് നമ്മുടെ റോജറിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അങ്ങനെ കുറേ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു റോജൻ്റെ ആ ഒരു സമയത്ത് റീല് നമ്മുടെ പീക്കായിരുന്ന നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കുറേയേറെ ആൾക്കാരായിട്ട് നമ്മുടെ റോജർ റീല് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോക്സി സെബക്കിനെ റീല് തോപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക നമ്മുടെ ഫ്യൂച്ചർ എംബറേഴ്സിനെ റീലി ഡിഫീറ്റ് ചെയ്യുക വരെ ചെയ്തത് നമ്മുടെ റോക്സ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റോക്സ് റീലി വളരെ നമ്മുടെ റോജർ റീലി വളരെയധികം പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് റീലി എന്താണ് വീക്ക്നെസ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മീൻസ് അതിനൊരു വീക്ക്നെസ് ഉണ്ടിരിക്കും ഒരു സിറ്റുവേഷൻ റീലി ഞാൻ പറഞ്ഞത്. ബിക്കോസ് നമ്മുടെ ആ ഒരു ഷിക്കി നമ്മുടെ റോജർ പൈറസിനെ റീലി
അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് റിലി ഷിക്കിയുടെ വോൾ ഫ്ലീറ്റും റിലി റോജർ പൈറ്റ്സും ഒറ്റ ഒരു ഷിപ്പുമായിട്ട് റിലി ഒറ്റയ്ക്കായി പോയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് റിലി റോക്സ് നമ്മുടെ റോജർ എന്തായാലും തോക്കും എന്ന ആ ഒരു സിറ്റുവേഷനാണ്. ബട്ട് റോജർ റിലി ഓടിപ്പോകാതെ റിലി ചാടി കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ബട്ട് ഗൈസ് അപ്പുറത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു വെള്ളത്തിന് മീൻസ് ആ ഒരു സീഡ് ആ ഒരു കാലാവസ്ഥ മൂലം റിലി റിലി ഷിപ്പ് റിലി താന്നു പോയായിരുന്നു. അങ്ങനെ റിലി റോജർ ആ സമയത്ത് റിലി ജയിക്കാൻ സാധിച്ചിരുന്നു. ബട്ട് അല്ലെങ്കിൽ റോജർ ഇപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ആക്ട് ചെയ്ത് എന്തായാലും റോജർ അപ്പോൾ അന്നേരം ഡിഫീറ്റ് ചെയ്യണം. അപ്പോൾ റോജറിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്ന സാധനം എനിക്ക് പറയാൻ സാധിക്കും, എടുത്തയാടുള്ള ഒരു ചാട്ടാണ്, ആരെയും പിന്തിരിഞ്ഞു പോകുന്നില്ല. ബിക്കോസ് എന്ത് മുന്നിൽ കണ്ടാലും ഒന്നും വരുത്ത തന്നെ ഒറ്റ മൈൻഡ്, ആ ഒരു സാധനം തന്നെയാണ് നമ്മൾ റോജറിനുള്ളത്. അതൊരു ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ആണ്. ബിക്കോസ് അത് ക്രൂവിനെ റേഡിയോ ഭാവി അഫക്റ്റ് ചെയ്യാൻ സാധ്യത വളരെയേറെ കൂളാണ്. അപ്പോൾ മച്ചാൻ പറയാം, എടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക. പുതിയ അടുത്ത വീഡിയോസ് താഴെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ വേണമെന്നില്ല താഴെ കമൻറ്റ് ചെയ്യുക. അതേ നമ്മൾ വീഡിയോ ചെയ്യാനായിരിക്കും മച്ചാൻ പറയാം. ഇൻഫർമേഷൻ എന്തൊക്കെ വേണം അതും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.